ഈ മനസ്സ് തളരുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് മനസ്സ് തളരുക? ഇതുവരെ ആൾക്ക് ജോലി നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ അയാളിങ്ങനെ ആലോചിക്കുകയാണ്, പടച്ചോനെ ഇനിയിപ്പോൾ ഒരു ജോലി എനിക്ക് എങ്ങനെ കിട്ടുക? ജോലി കിട്ടിയില്ലെങ്കിൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ? ഞാൻ എൻ്റെ മക്കൾക്ക് എങ്ങനെ ഭക്ഷണം കൊടുക്കുക? എങ്ങനെ ഈ മാസത്തെ കറണ്ട് ബില്ല് അടക്കുക? എങ്ങനെ ഞാൻ എന്ന് ചിന്തിക്കുക. അപ്പം നമ്മുടെ കഴിവിൻ്റെ പരിമിതികളും നമ്മുടെ കഴിവില്ലായ്മകളുമാണ് നമ്മുടെ മനസ്സിനെ തളർത്തുന്നത്. അപ്പോൾ ഇതിന് ആത്മധൈര്യം നൽകാൻ എന്താണ് ഒരു വഴി? എന്ത് വേണം? നമുക്കെവിടെയാണോ ദുർബലതയുള്ളത് അവിടെ കൈവയ്ക്കാൻ പുറത്തുനിന്ന് ഒരാൾ വേണം. അപ്പോൾ ബിസിനസ്സുകാരനായ ജ്യേഷ്ഠൻ പറയണത്, നിൻ്റെ നിത്യ ചെലവുകൾ നടന്നു പോണ കാര്യത്തിൽ നീ ബേജാറാകേണ്ട കാര്യമില്ല. ജോലി നീ അന്വേഷിച്ചോ, എൻ്റെ വീട്ടിൽ പട്ടിണിയാവില്ല. അത് ഞാൻ ഇവിടെ ഉള്ളിടത്തോളം കാര്യം നിൻ്റെ വീട്ടിൽ പട്ടിണിയാവില്ല, അത് നിനക്കൊരു ബുദ്ധിമുട്ടാവില്ല എന്ന് ജ്യേഷ്ഠൻ പറയുമ്പോൾ സമാധാനമായില്ലേ? നമുക്ക് കഴിവില്ലാത്ത കാര്യത്തിൽ മറ്റൊരാളുടെ ഒരു സപ്പോർട്ട്, അതല്ലേ സുഹൃത്തുക്കളെ? എന്നാൽ ഒരു വിശ്വാസിക്ക് ആ സപ്പോർട്ട് ആരാണ് അറിയുന്നത്? വിശ്വാസിക്ക് ആ സപ്പോർട്ട് ആരാണ്? വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു, വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു. ആരല്ലാഹുവിൽ ഭരമേൽപ്പിച്ചുവോ അവൻ അല്ലാഹു മതി. എന്താ തവക്കുൽ എന്ന് പറഞ്ഞാൽ? ബി അൻ യഅ്തമിദ അലല്ലാഹ്, അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുക. ഫി ജൽബി മാ യൻഫഉ, അവന് ഉപകാരമുള്ള കാര്യങ്ങളെ കൊണ്ടുവരാൻ. എനിക്ക് എന്തൊക്കെ വേണോ അതൊക്കെ തരാൻ അള്ളാഹുവിന് പറ്റും, എനിക്ക് എന്തൊക്കെ ബുദ്ധിമുട്ട് വരുമോ അതൊക്കെ തടുക്കാനും അള്ളാഹുവിന് പറ്റും എന്ന് വിചാരിക്കുന്ന ഒരാൾക്ക് സുഹൃത്തുക്കൾ ഈ ലോകത്ത് എന്തിനെങ്കിലും കുറിച്ച് ബേജാറാവണ്ട, ഒന്നിനെ കുറിച്ച് ബേജാറാവണ്ട. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രതീക്ഷയോടുകൂടെ അള്ളാഹുവിലെല്ലാം ഭരമേൽപ്പിക്കുവാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടായാൽ സുഹൃത്തുക്കൾ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. പിന്നെ എന്താണെന്ന് വിചാരിച്ചാൽ സ്വാഭാവികമായും ആഘാതങ്ങളും അതേപോലെ പ്രത്യാഘാതങ്ങളും പ്രതിസന്ധികളൊക്കെ മനുഷ്യനല്ലേ നമ്മളൊക്കെ. അതുകൊണ്ട് സുഹൃത്തുക്കൾ ചില സ്വാഭാവിക പ്രക്രിയകളുണ്ട്. ആ പ്രക്രിയകൾ എന്ത് ചെയ്യണം? നമ്മളും നിർവഹിക്കണം. മനസ്സിലായല്ലേ? നമ്മളിപ്പോൾ കുക്കർ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മളെന്തുണ്ടായിരിക്കും? അതിന് ചിലക്കിടയ്ക്ക് അതിൻ്റെ ഒരു ആവിയുടെ മർദ്ദം കൂടുമ്പോൾ എന്ത് ചെയ്യും? അത് പുറത്തേക്ക് പോവില്ലേ? ആ പുറത്തേക്ക് പോകാൻ വഴിയില്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? നമുക്ക് ആലോചിക്കാം. അതൊക്കെ സംഭവിക്കും. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പ്രകൃതി തന്നെ ഉണ്ട്. നമ്മൾ കരയണത് എന്തിനാണ്? കരയുമ്പോൾ ഒരു ആശ്വാസം മനുഷ്യന് കിട്ടും. അതേപോലെ ഒരു ആശ്വാസമാണ് എന്ത് കാര്യങ്ങൾ? നമ്മുടെ വിഷമങ്ങൾ മറ്റുള്ളവരോട് പറയുക എന്നുള്ളത്. നമ്മുടെ മനസ്സ് പ്രതിസന്ധികളെ കൊണ്ട് താങ്ങാനാവാതിരിക്കുമ്പോൾ അതിൻ്റെ ഭാരം കുറച്ച് കൊടുക്കണം, അതിൻ്റെ വെയിറ്റ് കുറക്കണം. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഒരു പക്ഷേ ഇന്ന് നമ്മൾ കാണുന്ന കുട്ടികൾക്കുണ്ടാകുന്ന മാനസിക സമ്മർദ്ദങ്ങൾ, പ്രത്യേകിച്ച് ഈ കൗമാരപ്രായത്തിലൊക്കെയുള്ള മാനസിക സമ്മർദ്ദങ്ങളുടെ ഏറ്റവും വലിയ കാരണങ്ങൾ എന്താ അറിയോ? അവർക്ക് ആ ഭാരങ്ങൾ, മനോവിഷമങ്ങൾ ഇറക്കി വെക്കാൻ പറ്റാത്തതാണ്. അത് ഇറക്കി വെക്കുന്നത് ആരോടാണ്? നിങ്ങൾ പാരൻസിനോടാണ്, മാതാപിതാക്കളോടാണ്. അപ്പോൾ അവരോടുള്ള ആ കമ്മ്യൂണിക്കേഷൻ നിന്ന് പോകും. അപ്പോൾ ബുദ്ധിമുട്ടായി. ഇപ്പോൾ ഒരു പയ്യൻ ഗൾഫിൽ നിന്ന് എനിക്ക് കുറേ വോയിസുകൾ, നിരന്തര വോയിസുകൾ, എത്ര വോയിസാണ്, കേൾക്കാൻ കഴിയാത്തത്ര വോയിസ്. അപ്പോൾ എന്താ വെച്ചാൽ അവന് ചില പ്രയാസങ്ങളുണ്ട്. അത് വാപ്പാക്ക് വിളിച്ച് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? വാപ്പയും അവൻ സംസാരിക്കുന്ന സമയത്ത് എന്ത് ചെയ്തു? അവർ തമ്മിലൊരു ഇമോഷണലായി, വാഗ്വാദത്തിലായി. വാപ്പ ഫോൺ കട്ടാക്കി. അപ്പോൾ വാപ്പ ഫോൺ കട്ടാക്കുന്ന സമയം മുതലാണ് അവൻ എന്ത് ചെയ്യണത്? വോയിസ് എനിക്ക് അയക്കുന്നത്. വടന്ത പ്രശ്നം, ഇതുവരെയുള്ള അവൻ്റെ മനോവിഷമങ്ങളെ, ഗൾഫിലുണ്ടാകുന്ന പ്രതിസന്ധികളെ ഷെയർ ചെയ്യാൻ വാപ്പയുമായി പറ്റിയിരുന്നു. പക്ഷെ ഇപ്പം പറ്റണില്ല. ഇത് വീടുകളിൽ സംഭവിച്ചാൽ വലിയ പ്രതിസന്ധികളുണ്ടാവും. ഇനി നമ്മൾ ഷെയർ ചെയ്യാമെന്ന് പറയാം. മക്കൾ വാപ്പനോട് വേണം ഷെയർ ചെയ്യുക, ഭാര്യ ഭർത്താവിനോട് ഷെയർ ചെയ്യുക, ഭർത്താവ് ഭാര്യയോട് ഷെയർ ചെയ്യുക, സുഹൃത്തുക്കളോട് ഷെയർ ചെയ്യുക. ഇതൊക്കെ ഉണ്ടെങ്കിൽ എന്താ പറയുക, പരിധിവരെ നമുക്ക് മനസ്സിൻ്റെ തളർച്ചയെ പരിഹരിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ നമ്മൾ പ്രാർത്ഥനകൾ നമ്മൾ കുറച്ചൊന്ന് വ്യക്തമായി നമ്മൾ പരിശോധിച്ചാൽ അതിൽ നമുക്ക് ഇങ്ങനെ ചില ആശയങ്ങൾ കാണാൻ പറ്റും. നേരത്തെ ഓതിയ അയ്യൂബ് നബി അലൈഹി സ്വലാമിൻ്റെ പ്രാർത്ഥന, വ അയ്യൂബ ഇദ് നാദാ റബ്ബഹ വ അന്നി മസ്സനിയൽ ദുർറു വ അൻത അർഹമുർ റാഹിമീൻ. അന്നി മസ്സനിയൽ ദുർറു, എനിക്ക് ബുദ്ധിമുട്ട് ബാധിച്ചു എന്നുള്ള വിഷമം അള്ളാഹുവോട് പറയണം. നമ്മുടെ വിഷമം എന്താണോ അത് അള്ളാഹുവോട് അതുപോലെ പറയാം. അത് ശരിക്കും ഒരു തവസ്സുലും കൂടിയാണ്. നമ്മളെ വിഷമം അള്ളാഹ്ക്ക് അറിയാഞ്ഞിട്ടല്ല, നമ്മളത് പറയാം.
നമ്മുടെ വിഷമങ്ങൾ നമ്മൾ പറയുക എന്നുള്ളത് നമുക്ക് വളരെ വലിയ സമാധാനവും ആശ്വാസവും ലഭിക്കുന്നൊരു കാര്യമാണ്. അത് നമ്മൾ പറയണം. അത് പറയാനുള്ള അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കണം. ഭാര്യയ്ക്ക് ഭർത്താവോട് പറയാൻ പറ്റും, അതേപോലെ തന്നെ മക്കൾക്ക് മാതാപിതാക്കളോട് പറയാൻ പറ്റും, മാതാപിതാക്കൾക്ക് മക്കളോട് പറയാൻ പറ്റണം. അങ്ങനെ പറയാൻ നമുക്ക് കഴിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സംഗതികളാണ്. സുഹൃത്തുക്കളെ, ഇനി ചിലത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ മനസ്സുകൾ തളർന്നു പോകുന്നതിൻ്റെ ചില കാരണങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. ആദ്യം എനിക്ക് പറയാനുള്ളത്, എപ്പോഴും ഖുർആനുമായിട്ടുള്ള ലൈവായൊരു ബന്ധം നമുക്കുണ്ടാവും. ഖുർആൻ ഇങ്ങനെ ആഴ്ചക്കോ ദിവസത്തിൽ നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കണം. ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ ഒരു ഖുർആൻ സംഗമത്തിന് തുടർച്ചയായി എല്ലാ വ്യാഴാഴ്ചകളിലും നമ്മൾ മുമ്പ് നടന്നിരുന്ന ക്ലാസ്സുകൾ ആരംഭിക്കാൻ, ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഖുർആനിലെ ചില ഭാഗങ്ങൾ അവരുടെ ഒരു ആത്മധൈര്യത്തിനും ആത്മവിശ്വാസത്തിനും ഒക്കെ വേണ്ടി നിരന്തരം ആഴ്ചക്കൊരു ദിവസം നമ്മൾക്ക് എല്ലാവരും, എത്ര തിരക്കുള്ള ആളുകൾ ആണെങ്കിലും നമ്മളത് കേൾക്കുക. അതൊരു പ്രധാന കാര്യമാണ്. കാരണം പരലോകത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് ഭയങ്കരമായ ആത്മവിശ്വാസം നൽകും. കാരണം പരലോകം അങ്ങനെയാണ്. പരലോകം എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ, നമ്മുടെ ജീവിതത്തിന് എന്തൊക്കെ പരിക്കുകളും പ്രയാസങ്ങളുണ്ടോ അതിനൊരു സബ്സ്റ്റിറ്റ്യൂഷൻ, അതിനൊരു പകരം നമുക്ക് തരികയാണ് പരലോകം എന്ന് പറഞ്ഞാൽ. അതായത് ജീവിതം, അപൂർണമായ ജീവിതത്തിന് എന്ത് ചെയ്യുക, പൂർണ്ണമായൊരു ജീവിതത്തെ നമുക്ക് പകരം തരിക. അതാണല്ലോ സ്വർഗം എന്ന് പറഞ്ഞാൽ. വലക്കും ഫീഹാ മാ തഷ്തഹി അൻഫുസുക്കും വലക്കും ഫീഹാ മാ തദ്ദഊൻ. നിങ്ങളെ മനസ്സ് ആഗ്രഹിക്കുന്ന എന്തും നിങ്ങൾക്ക് കിട്ടണം. ലഹിയൽ ഹയവാൻ, അതാണ് ജീവിതം. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ വെച്ചാൽ, സ്വർഗത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും കേൾക്കുമ്പോഴേ ജീവിതം അവിടെ ഉണ്ടല്ലോ, ഇതല്ലല്ലോ ശരിക്കുള്ള ജീവിതം. മനുഷ്യൻ്റെ എല്ലാ അസ്വസ്ഥതകൾക്കും പരിഹാരമാണ് സ്വർഗം. ഭയങ്കരമായൊരു പ്രതീക്ഷയാണ്, ഭയങ്കര പ്രതീക്ഷയല്ലേ. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കുന്ന മരണരംഗത്ത് പ്രതീക്ഷ നൽകുന്ന വാക്കുകളല്ലേ ഇത്. സമാധാനമടഞ്ഞ ആത്മാവേ, നിന്റെ രക്ഷിതാവിങ്കിലേക്ക് തിരിച്ചു പോകുക. അനാഥത്വത്തിലേക്കല്ല നീ പോകുന്നത്, നിന്റെ റബ്ബിങ്കിലേക്ക് സുരക്ഷിതമായ കൈകളിലേക്കാണ് നിന്റെ തിരിച്ചു പോക്ക്. സ്വർഗത്തിൽ പ്രവേശിക്കുക. നല്ല ദാസന്മാരോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കുക. സ്വർഗമെന്ന് വളരെ പ്രതീക്ഷയാണ്. ഈ പ്രതീക്ഷ, ഈ ബോധം നമ്മുടെ ദീനിയായ എല്ലാ ഉത്ബോധനങ്ങളുടെയും അന്തസത്തയാണ് സ്വർഗം, നരകമോചനം. അതുകൊണ്ട് നാം നിരന്തരമായ ഈ ഉത്ബോധനങ്ങളുടെ അഭാവമാണ് ഒരു പരിധിവരെ നമ്മൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം മനസ്സ് തളർന്നു പോകാൻ കാരണം. ഇതൊക്കെ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന എത്രയോ ആളുകൾ ജീവിതരംഗത്ത് മനസ്സ് തളരാതെ പിടിച്ചു നിന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ചില സംഗതികളുണ്ട് ആളുകളുടെ മനസ്സിനെ തളർത്താൻ നമ്മൾ മനസ്സിലാക്കിയാൽ മതി, നമുക്ക് പ്രതിരോധിക്കാൻ പറ്റും. ഒന്നെന്താ വെച്ചാൽ, മറ്റുള്ളവരുടെ ആക്ഷേപങ്ങളും ആരോപണങ്ങളും അവലോകനങ്ങളും. അതാണ് വലിയ പ്രശ്നം. ഒരു കല്യാണം കഴിയാത്ത ഒരാൾക്ക് എന്ത് കല്യാണം കഴിഞ്ഞില്ലേ എന്ന് നാട്ടുകാരുടെ ചോദ്യമാണ് പ്രശ്നം. മനസ്സിലായില്ലേ? ഭർത്താവിൻ്റെ വീട്ടിൽ പ്രശ്നമായിട്ടൊരു പെണ്ണ് വീട്ടിൽ വന്ന് നിന്നാൽ ഒരു 3 മാസം അവിടെ നിന്നോട്ടെ, പിന്നെ ശരിയായിക്കോളും. പക്ഷെ ആ 3 മാസം നിൽക്കുന്നവർക്ക് അവർക്കെല്ലാം വിഷമം തരും. അയൽവാസികൾ നാളെ മുതൽ ചോദിക്കും, എന്തേ ഇവള് പോകണില്ലേ. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം മറ്റുള്ളവരുടെ ചോദ്യമാണ് സുഹൃത്തുക്കൾ. മറ്റുള്ളവരുടെ ചോദ്യത്തെ, നമ്മുടെ ഭാഗം ശരിയാണെങ്കിൽ മറ്റുള്ളവരുടെ ചോദ്യത്തെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമില്ല. അതാണ് യാക്കൂബ് നബി അലൈഹി സ്വലാം പറഞ്ഞത്, കാല ഇന്നമാ അഷ്കു ബസ്സി വഹുസ്നി ഇലല്ലാഹ് വഅഅലമു മിനല്ലാഹി മാ ലാ തഅലമൂൻ. എൻ്റെ എല്ലാ ദുഃഖവും വേവലാതിക്ക് ഞാൻ പടച്ചവനോടാ പറയണം. നിങ്ങളറിയാത്ത ചില കാര്യങ്ങൾ അള്ളാഹുവിൽ നിന്നും എനിക്കറിയാം എന്ന് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അതാണ്. എൻ്റെ വിഷമം ഞാൻ അള്ളാഹിനോട് പറഞ്ഞോളാം. എനിക്ക് എൻ്റെ അള്ളാഹ് ഉണ്ട്, നിങ്ങൾ എന്തോ തീരുമാനിച്ചോളൂ, നിങ്ങൾ എന്നെ എന്തോ ചെയ്തോളൂ. അവിടെ ഉണ്ടാണ് അള്ളാഹുവിലേക്ക് മറ്റുള്ളവരെ നമ്മൾ പരിഗണിക്കാതെ. കാരണം ആളുകളുടെ വാക്കുകളെ നമുക്കൊരിക്കലും വേണ്ട. സത്യത്തിൽ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ഒരു വൈകല്യമുള്ളൊരു കുട്ടിയെ ഒരു രക്ഷിതാവ് കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ എന്താണ് ശരിക്ക്, അത് മറ്റുള്ളവർ കാണും, എന്നിട്ട് അവരെ ഒരു പ്രത്യേകമായ പരിഹാസവും നോട്ടൊക്കെ എനിക്കുണ്ടാവും എന്നതല്ലേ ആ കുട്ടിയേറ്റ് പുറത്തിറങ്ങാനുള്ളൊരു ഭയം അല്ലേ? എന്നാൽ അതന്നെയല്ലേ സംഭവിക്കുക. ആൾക്കാർ അതന്നെ ചെയ്യുക. ആൾക്കാരിങ്ങനെ തുറിച്ച് നോക്കിക്കൊണ്ടിരിക്കും, ആളുകളിങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. അതല്ലേ ചെയ്യുക. ജനങ്ങളെ ആർക്കെങ്കിലും അത് വിചാരിച്ച് നമ്മൾ പുറത്തിറങ്ങണ്ടാൻ തീരുമാനിച്ചാൽ പറ്റും സുഹൃത്തുക്കളെ. എനിക്കോ നിങ്ങൾക്കോ എന്തെങ്കിലുമൊക്കെ ഒരു വൈകല്യം ഉണ്ടെങ്കിൽ അതന്നെയല്ലേ ആൾക്കാർ ഇങ്ങനെ ബസ് സ്റ്റാൻഡിനും ബസ് സ്റ്റോപ്പിൽ നമ്മളെ മുഖത്തൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കല്ലേ ചെയ്യുക.
അങ്ങനെ നോക്കി നിൽക്കാൻ പറ്റൂല എന്നുള്ളതല്ലേ ഒരു മിനിമം അറിവ്. പക്ഷെ അതാരെ പാലിക്കുക? അപ്പോൾ എല്ലാവരുടെയും കണ്ണ് കെട്ടിയിട്ട് നമുക്ക് അങ്ങാടിക്ക് ഇറങ്ങാൻ പറ്റും. മറ്റുള്ളവരെ നമ്മൾ പരിഗണിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യുക? ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ചില തെറ്റായ അറിവുകൾ, നമ്മുടെ മനസ്സ് തളർത്തുന്ന ചില കാരണങ്ങൾ ഞാൻ പറയാം. തെറ്റായ അറിവുകൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഈ OCD പോലുള്ള അസുഖമുള്ള ആൾക്കാരുണ്ട്, വസ്വാസ്. അവർക്ക് എന്താ വെച്ചാൽ കർമ്മങ്ങളിൽ സംശയം ഉണ്ടാകുന്ന പോലെ തന്നെ വിശ്വാസത്തിൽ സംശയം വരും. ഏത് ഒളിർത്ത് നേരായോ, ഇത് കുളിച്ചത് നേരായോ എന്നൊക്കെയുള്ള സംശയം പോലെ തന്നെ നിൻ്റെ ഈമാൻ പോയോ, ഞാൻ നിരീശ്വരവാദിയായോ, ഞാൻ യുക്തിവാദിയായോ, ഞാൻ ദൈവനിഷേധിയായോ, ഞാൻ മുഷിരിക്കായോ. എന്നിട്ട് ഇവരിങ്ങനെ ഇടയ്ക്ക് ഷഹാത്ത് കലിമ ചെല്ലും, പിന്നെയും മനസ്സിൽ വരുമ്പോൾ പിന്നെയും ഷഹാത്ത് കലിമ ചെല്ലും, പിന്നെയും പോയി കുളിക്കും, പിന്നെയും ഷഹാത്ത് കലിമ ചെല്ലും. ആലോചിക്കുക നിങ്ങൾ, ഒരു വിശ്വാസിയായ ഒരാൾ ഞാൻ അവിശ്വാസിയായോ എന്നൊക്കെ മനസ്സ് തോന്നിക്കഴിഞ്ഞാൽ അയാളുടെ ടെൻഷൻ എത്രയായിരിക്കും? അപ്പോൾ അത് അറിവില്ലായ്മ കൊണ്ട് സംഭവിക്കുന്നതാണ്. അതായത് അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങളുടെ രോഗമാണ്. എല്ലാ രോഗികൾക്കും ഒരു ഇളവുണ്ട് അല്ലേ? രോഗികൾക്ക് ഇളവില്ലേ? നോമ്പിൻ്റെ പച്ചപ്പകൽ അവർക്ക് എന്ത് ചെയ്യും? നോമ്പ് ഒഴിവാക്കാം രോഗിയാണെങ്കിൽ അല്ലേ? വെള്ളം തൊടാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? തേമം ചെയ്യാൻ പറ്റും. എന്തൊക്കെ ഇളവുണ്ട് രോഗികൾക്ക്, രോഗത്തിന് എന്ന പോലത്തെ ഒരു രോഗമാണ് ഈ OCD. ഒരു രോഗമാണ്, വസ്വാസം ഒരു രോഗമാണ്. അപ്പോൾ അതിൽ ആ രോഗിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഇനി എത്ര വായിച്ചാലും എത്ര പഠിച്ചാലും ഈ സംശയങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ സംശയത്തെക്കുറിച്ച് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ വെച്ചാൽ, നമുക്ക് ഈമാൻ എന്തെങ്കിലും അവിശ്വാസ തോന്നലുകൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ടെൻഷൻ വരാൻ കാരണം നമുക്ക് ഈമാൻ ഉള്ളതുകൊണ്ടാണ്. ഒരു യുക്തിവാദത്തേക്ക് പോയ ഒരുത്തന് യുക്തിവാദ ചിന്ത വരുമ്പോൾ ടെൻഷൻ ഉണ്ടാവില്ല. അവൻ്റെ ശരിയാണെന്ന് അവൻ വിശ്വസിക്കുന്നത്. ഇത് ശരിയല്ലാന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് ആ തെറ്റായ വിശ്വാസം അവൻ്റെ മനസ്സിൽ തോന്നിയാൽ അവനാകെ ടെൻഷനാവും. അപ്പോൾ ഒരു അറിവില്ലായ്മയിൽ നിന്നാണ് ടെൻഷൻ വരുന്നത്. അപ്പോൾ കാര്യങ്ങൾ അറിയുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അത് വിവരമില്ലായ്മ കൊണ്ട് പലപ്പോഴും എന്തുണ്ടാവും? ഇത്തരത്തിലുള്ള വിഷമങ്ങളും കാര്യങ്ങളും ഉണ്ടാവും എന്നുള്ളത് കാര്യമാണ്. അതേപോലെ തന്നെ തെറ്റായ ചില വിചാരങ്ങൾ. ഇപ്പോൾ നോക്കുക നിങ്ങൾ, ഈ കൊറോണ ബാധിച്ച് ക്വാറന്റൈനിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്ക് എന്താണ് കുറേ സംശയങ്ങളാണ്. അതായത് ആരോഗ്യരംഗത്തെക്കുറിച്ചും ഈ വൈറസിനെ കുറിച്ചും ഒന്നും അറിയാത്തത് കൊണ്ടുള്ള കുറേ ഡൗട്ട്സാണ്. ഈ ഡൗട്ട്സിൻ്റെ ഒരു ഭീകരതയിൽ അവരെന്താ വിചാരിച്ചാൽ ഇങ്ങനെ ജീവിക്കും. ഇപ്പോൾ സദാ ഒരു കഫക്കെട്ടും ഒരു തൊണ്ടവേദനയും ഇതുകൊണ്ടുള്ള തൊണ്ടവേദനയും തിരിച്ചറിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം എത്ര വേവലാതി ഉണ്ടാവും. ഏത് തൊണ്ടവേദന വരുന്നവനും ഇതെന്തായിരിക്കും, ഇത് കൊറോണയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ടെൻഷനായി വറച്ച് ഇടങ്ങാറായി ഇരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതൊരു അറിവ് പ്രധാനമാണ്. നമുക്ക് അറിയാത്ത കാര്യങ്ങളെ എന്ത് ചെയ്യുക? നമ്മൾ മതപരമായ സംശയമാണെങ്കിൽ അത് മതത്തെക്കുറിച്ച് അറിയുന്നവരോട്, അല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ അത് അറിയുന്ന ആളുകളോട് നമ്മൾ സംസാരിക്കണം. കാരണം വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ത്? നമ്മുടെ തെറ്റിദ്ധാരണ കൊണ്ടും അറിവില്ലായ്മ കൊണ്ടും ഒരാൾ അനുഭവിക്കുന്ന ടെൻഷൻ. അത് ആ പ്രശ്നത്തെ ശരിയായി മനസ്സിലാക്കി എടുക്കുക എന്നുള്ളത് മാത്രമേ പറ്റുള്ളൂ. ഇപ്പോൾ നമുക്ക് രോഗഭീതികൾ നമുക്ക് ഉണ്ടാകാൻ, നമുക്ക് രോഗത്തെക്കുറിച്ച് അറിയില്ല. രോഗത്തെക്കുറിച്ച് അറിയില്ല നമുക്ക്, മനസ്സിലായി? ഇപ്പോൾ നമുക്ക് വേദന വരുമ്പോൾ അടിവയറ്റിൽ വേദന വരാം, മുകളിലെ വയറ്റിൽ വേദന വരാം. മുകളിലാണെങ്കിൽ ആമാശയൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളേക്ക്, അടിയിലാണെങ്കിൽ വേറെ നമ്മുടെ കിഡ്നി ആയിട്ടോ അല്ലെങ്കിൽ യൂറിൻ്റെ ബ്ലാഡറൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളേക്ക്. ഇത് രണ്ടൊന്നും തിരിച്ചറിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കും നിങ്ങൾ, ഒരു സാധാരണ നെഞ്ചുവേദനയും ഒരു അറ്റാക്കിനെ സംബന്ധിച്ചുള്ള വേദനയും തിരിച്ചറിയാതെക്കും എന്തൊരു ടെൻഷൻ ഉണ്ടായിരിക്കും. ആളുകൾ ഓരോ ഭീതിയിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താ നമുക്കുള്ള അറിവില്ലായ്മ കൊണ്ട് ഉണ്ടാവുന്ന കാര്യങ്ങൾ. അതുകൊണ്ടാണ് നമ്മൾ വേദനയ്ക്കുള്ള പ്രാർത്ഥനയിൽ പറയേണ്ടല്ലോ, ബിസ്മില്ലാഹി ബിസ്മില്ലാഹി എന്ന് 3 പ്രാവശ്യം പറയാം. അല്ലാഹുമ്മ ഇന്നി അഊദു ബി ഖുദ്റതിക മിൻ ശർരി മാ അജിദു വഹാദ്. മാ അജിദു പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്നതിൽ നിന്ന് അള്ളാഹു ഞാൻ രക്ഷ ചോദിക്കുന്നു. വഹാദ് പറഞ്ഞാലോ ഞാൻ ഭയപ്പെടുന്ന, ഈ മൂലം ഉണ്ടാകുമെന്ന് പേടിക്കുക. അത് ശരിക്ക് രോഗങ്ങളല്ല മനുഷ്യൻ്റെ പ്രശ്നം, ആ രോഗത്തിൻ്റെ അനുബന്ധ ഭീതികളാണ് നമ്മുടെ മനസ്സിനെ തളർത്തിക്കളയുന്നത്. അതുകൊണ്ട് ചോദിക്കുക, മനസ്സിലാക്കുക, പരിശോധനകൾ വിധേയമാകുക. എന്നിട്ട് എന്ത് ചെയ്യുക? നമ്മൾ നമ്മുടെ കാര്യത്തിലുള്ള ആശങ്കകൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ചില ആളുകൾക്ക് മനസ്സിനുണ്ടാകുന്ന വിഷമങ്ങൾ കാരണം മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങളാണ് അല്ലേ? ഇപ്പോൾ മക്കൾ വഴിതെളിച്ച് പോകുമ്പോൾ, മക്കൾ ലഹരിക്ക് അടിമയാകുമ്പോൾ, മക്കൾ നിസ്കരിക്കാതിരിക്കുമ്പോൾ ഉമ്മാർക്ക് ടെൻഷൻ വരും. നമ്മൾ ടെൻഷൻ ഉണ്ടായിക്കോട്ടെ, ഉണ്ടാകുന്നില്ല. പക്ഷേ ആ ടെൻഷൻ കൊണ്ടൊക്കെ എന്താ പറയുക, ജീവിതം തന്നെ തകർന്നു പോകുക എന്നുള്ളത് ഒരിക്കലും പറ്റാത്ത കാര്യമാണ്. ഭർത്താവിൻ്റെ സ്വഭാവ ദൂഷ്യം കൊണ്ട് അല്ലെങ്കിൽ ഭാര്യൻ്റെ അനുസരണക്കേട് കൊണ്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ എന്താ പറയുക നമുക്ക് വല്ലാതൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളത് നമുക്ക് ശരിയാക്കാം. മറ്റുള്ളവർ ഒരു കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുമ്പോഴും ഉമ്മക്ക് നിസ്സഹായതല്ലേ? ആ കുട്ടി കഴിക്കണില്ലെങ്കിൽ എന്താ കാട്ടുക? കുറേ കഥയും പാട്ടൊക്കെ പാടിയിട്ടൊക്കെ കൊടുത്തിട്ടും കഴിക്കണില്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള ഒരാളുടെ കാര്യത്തിന് ചില ലിമിറ്റേഷൻസ് ഉണ്ട്, ചില പരിമിതികളുണ്ട്. അത്രയും. അപ്പോൾ അതിന് വേണ്ടി ടെൻഷൻ അടിച്ചാൽ ചിലപ്പോൾ എന്താ പറയുക നമ്മളാകെ തകർന്നു പോകും. അതൊരു വിധിയാണെന്ന് വിചാരിക്കുക. നമ്മുടെ കഴിയുന്ന പരിശ്രമങ്ങൾ പരിശ്രമിക്കുക, ബാക്കി അള്ളാഹുവോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് കാര്യം. അതേമാതിരി ജീവിത പരീക്ഷണങ്ങളാണ്. ജീവിതത്തിൽ ഓരോ പരീക്ഷണങ്ങൾ വരും. അപ്പോൾ അതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കണം, മുൻകൂട്ടി മാക്സിമം പ്രതീക്ഷിക്കുക. ഇപ്പോൾ ഒരു മിനിമമൊക്കെ സംഭവിക്കുള്ളൂ.
അതൊന്നും ഇല്ലാതെ ഇവിടെ ആർക്കും ജീവിക്കാൻ പറ്റില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇല്ലേ സുഹൃത്തുക്കളെ പ്രതിസന്ധികൾ അല്ലേ? ഭാര്യയെക്കുറിച്ച് വ്യഭിചാരോപണം പറഞ്ഞില്ലേ? എന്താ ഒരു കുടുംബജീവിതത്തിൽ വരാവുന്നത്? ഇതിനേക്കാൾ വലിയ പ്രത്യാഘാതങ്ങൾ എന്താണ്? ഒരാൺകുട്ടി ജീവിതത്തിൽ കൊതി തീരുന്നതിന് മുമ്പ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടു പോയില്ലേ ഇബ്രാഹിം? ഒരാൺകുട്ടിയുടെ മരണം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രതിസന്ധി ഉണ്ടാക്കിയ കാര്യങ്ങൾ തന്നെയല്ലേ അത്? എത്രയെത്ര യുദ്ധരംഗങ്ങൾ, എത്ര കുറഞ്ഞ കൊല്ലം കൊണ്ടാണ് ഈ പ്രതിസന്ധി നിങ്ങൾ ആലോചിച്ച് നോക്കും. നിങ്ങൾ 63-ാമത്തെ വയസ്സിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ടുണ്ട്. നിങ്ങൾ ആലോചിക്കണം. അപ്പോൾ ഈ പ്രതിസന്ധികൾ എല്ലാ ആളുകൾക്കും ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യത്തിൽ എന്താ സംശയം? അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദാസനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജീവിത പരീക്ഷണങ്ങൾ ഉണ്ടാവില്ലെന്ന് വിചാരിക്കരുത്, ഉണ്ടാകുമെന്ന് വിചാരിച്ചോളി. എന്നാൽ താരതമ്യം എനിക്ക് കുറവാണ്. ഒരു ഉരവേദന വരുമ്പോൾ ഒരെങ്കിലും തളർന്ന് കിടക്കുന്ന ആൾക്കാരുണ്ടല്ലോ, തീച്ചടക്കാൻ എനിക്ക് പ്രശ്നമില്ല എന്ന് ആലോചിക്കുക, അത് മാത്രമേ പരിഹാരമുള്ളൂ. അതേപോലെ തന്നെ ചെയ്തു പോയ തെറ്റുകൾ, മനസ്സിനെ തളർത്തുന്ന ചിന്തകളാണ് ചെയ്തു പോയ തെറ്റുകൾ. ഒന്നും ചെയ്യാനില്ല, കാരണം ചെയ്തു പോയില്ലേ. ഇനി നമ്മൾ ആത്മാർത്ഥമായി അള്ളാഹുവിലേക്ക് പശ്ചാത്തപിക്കുക, സ്വതക്കകൾ വർദ്ധിപ്പിക്കുക, ഇസ്തിഗ്ഫാർ ചെയ്യുക. അല്ലാതെ സുഹൃത്തുക്കളെ ഇതിനെക്കുറിച്ച് ടെൻഷൻ അടിച്ചതിന് എന്താ കാര്യം? ചെയ്തു പോയ തെറ്റിൽ ടെൻഷൻ അടിച്ചിട്ട് തളർന്നു പോയ ആളുകളുണ്ട്. ഇപ്പോഴും ഒരു പുതിയ നന്മ ചെയ്യാൻ പോലും മനസ്സിന് ആത്മധൈര്യം കിട്ടാത്ത രൂപത്തിൽ ആളുകളുണ്ട്. പിന്നെ വേറൊന്നും പറയാൻ മനസ്സിലാക്കുന്നത്, മനസ്സിൻ്റെ രോഗാവസ്ഥ, രോഗം കൊണ്ട് വരുന്ന കുറേ ടെൻഷനുകൾ, അതിന് മരുന്ന് തന്നെ വേണം. മരുന്ന് കൊണ്ട് ചികിത്സിക്കേണ്ട കാര്യങ്ങൾക്ക് മരുന്ന്, അതിന് ശരിയായ മരുന്ന് കൊടുക്കാതെ മരുന്ന് കൊണ്ട് ചികിത്സിക്കേണ്ട ഒരാളെ വേറെ എന്ത് നമ്മൾ ചെയ്താലും അത് ചിലപ്പോൾ സുഖമായി വന്നുകൊള്ളണമെന്നില്ല. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതേപോലെ ജീവിതത്തിൽ മിനിമം ചെയ്യാത്ത ആൾക്കാർ, ഒരു ടെൻഷൻ എപ്പോഴും ഇങ്ങനെ ഒരു കാരണമില്ലാതെ ടെൻഷൻ വരിക, ഒരു പ്രശ്നമില്ല എന്നാൽ ഒരു ടെൻഷൻ, ഒരു ഭയമൊക്കെ. എന്തായാലും മിനിമം ചെയ്ത് രാത്രി നിസ്കാരത്തിൽ ഒരു 3 റക്അത്ത് വിത്തരങ്ങൾ നിസ്കരിക്കുക, രാവിലെ വൈകുന്നേരം ദിക്റുകൾ ചെയ്യുക, 5 നേരം നിസ്കാര വക്തിൽ ചെയ്യുക, കുറച്ച് ഖുർആൻ പാരായണം ചെയ്യുക. ഇതൊക്കെ വളരെ പ്രധാനമാണ്. മിനിമം കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. പിന്നെ അന്ധവിശ്വാസങ്ങളാണ്. അന്ധവിശ്വാസം അപ്പോൾ എല്ലാവർക്കും ഉണ്ട് ഒരു ചെറിയ ശതമാനം അന്ധവിശ്വാസം. നല്ല തൗഹീദ് മുവഹീദൊക്കെ പറയുന്ന ആൾക്കാരിലുണ്ട്. ഇത് രാവിലെ അടുക്കളയ്ക്ക് വന്ന് പിന്നെ പാത്രം കഴുകാൻ തുടങ്ങിയപ്പോൾ പിന്നെ ഒരു ഗ്ലാസ്സാണ് പൊട്ടി, മനസ്സിലായില്ലേ? കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ പിന്നെ നമ്മൾ എന്ത് ചെയ്തു വെച്ചാൽ പാലടുപ്പത്ത് വെച്ച് ഭാഗത്ത് തിളച്ച് പോയി. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ എന്ത് ചെയ്തു, പിന്നെ നമ്മൾ കുട്ടിയൊന്ന് വീണിട്ട് ചെറിയൊരു മുറിവായി. ഒക്കെ ഒരു ദിവസമാണ്. അപ്പോൾ തന്നെ പിന്നെ ഭർത്താവ് പുറത്തു പോയിട്ട് ഒരു ഫോൺ ഞാൻ ഉപയോഗിക്കുമ്പോൾ ചെറിയ സ്ലിപ്പായി, കാര്യമായിട്ട് പ്രശ്നമൊന്നുമില്ലാതെ ഒരു 5-8 കാര്യങ്ങൾ ഒന്നിച്ച് കേൾക്കുമ്പോഴേ എന്താ ഇന്നത്തെ ദിവസത്തിനൊരു പ്രശ്നമുണ്ടോ നമ്മുടെ മനസ്സിലേക്ക് തോന്നും. അതാ ഈ ഒരു അന്ധവിശ്വാസത്തിൻ്റെ ഭീതിയിൽ ജീവിക്കുന്ന എത്രയോ ആളുകളുണ്ട്. സത്യത്തിൽ ഇതൊക്കെ എന്താ പറയുക, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളൊക്കെ അധികം അങ്ങേറ്റം മാനസിക സംഘർഷം അനുഭവിച്ചൊരു ദിവസമാണ് എന്താ പറയുക, പിന്നെ നമ്മൾ മറ്റേ ഇവിടെ ഒരു ധാരാളം വീടുകൾ പിന്നെ മണ്ണിനടിയിലായി, 59-60 ആളുകൾ എന്ത് ചെയ്തു മണ്ണിനടിയിലായതിൻ്റെ ഒരു വിഷമം ഇങ്ങനെ പത്രത്തിലേക്ക് ന്യൂസിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമായിരുന്നത്. അതേ സന്ദർഭത്തിലാണ് എന്തായത്, കരിപ്പൂർ രാത്രി വൈകുന്നേരം രാത്രി സമയത്ത് എന്ത് ചെയ്തു, വിമാനം വീണു. അതൊക്കെ ജീവിതത്തിൽ ഇതുവരെ കേൾക്കാത്തൊരു ദുരന്തമല്ലേ നമ്മുടെ നാട്ടിൽ, വിമാന ദുരന്തം എന്നുള്ളത്. അത് കേട്ടു. പിന്നെ അതോടനുബന്ധിച്ച് എന്ത് ചെയ്യും, പിന്നെ ഈ രോഗസംബന്ധമായ വ്യാപനത്തിൻ്റെ ശക്തിയെക്കുറിച്ച് അറിഞ്ഞു. അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ എന്തൊക്കെ ഒന്നിച്ചിങ്ങനെ വരാനുള്ള കാരണം എന്ന് ചിന്തിക്കൂലേ. അപ്പോൾ നമ്മളിങ്ങനെ മഴ പെയ്തിട്ടുണ്ട് അല്ലേ, അപ്പോൾ മഴ പെയ്തത് തന്നെയാണ് ഒരു പക്ഷേ വിമാനം സ്ലിപ്പാവാൻ കാരണം ഇപ്പോൾ മഴയില്ലായിരിക്കും അല്ലേ. ലാൻഡിങ്ങിൻ്റെ പ്രശ്നങ്ങൾക്ക് മഴ ഒരു കാരണമാണെന്ന് എല്ലാവരും പറയുന്നു. അതേ മഴ തന്നെയാണ് എന്തിന് കാരണം, അവിടെ മണ്ണിടിച്ചിലും ആളുകൾ മണ്ണിനടിയിൽപ്പെടാനുള്ള കാരണം അത് തന്നെയാണ്. അപ്പോൾ കാലാവസ്ഥ പ്രതികൂലമായൊരു സമയത്ത് അതുകൊണ്ടുണ്ടാകുന്ന 10-20 സംഭവങ്ങളെ കൂട്ടി വായിച്ച് ഇതെന്തോ ഒരു ദുരന്ത കാലഘട്ടമാണെന്ന് പറയുന്നതിൽ എന്തർത്ഥമാണത്? നിമിത്തങ്ങളെ നേർക്കുനേരെ കാണുന്നു, കാരണങ്ങളെ നേരെ കാണുന്നു അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു വീട്ടിലുണ്ടാകുന്ന എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ഓരോരോ കാരണങ്ങൾ ഉണ്ടാവും, ആ കാരണങ്ങൾ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ കാരണങ്ങളെ മനസ്സിലാക്കാതെ ഇതൊക്കെ എന്തോ ശാപമാണ്, എന്തോ വിധിദോഷമാണ്, എന്തോ പിശാചുബാധയാണ് എന്നൊക്കെ ചിന്തിച്ചിട്ട് ഭയങ്കരമായ ടെൻഷൻ. കാരണം അതിന് പരിഹാരങ്ങൾ നമ്മുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് പലപ്പോഴും പരിഹാരമില്ലാത്ത കാര്യങ്ങൾ, കാലത്തിന് നിയന്ത്രണം, സമയത്തിന് നിയന്ത്രണം, ഇതൊക്കെ അള്ളാൻ്റെ കയ്യിലല്ലേ. ഇങ്ങനത്തെ കാര്യങ്ങളുടെ പേരിലൊക്കെ നമ്മൾ ടെൻഷൻ അടിക്കുന്നതുകൊണ്ട് യാതൊരു കാര്യമില്ല എന്നുള്ളതാണ്. അന്ധവിശ്വാസങ്ങൾക്ക് വലിയ പങ്കുണ്ട് ഇതിൽ. മാരണം, എന്തു വന്നാലും എനിക്ക് സീറ് ബാധിച്ചതാണോ മറ്റതാണോ മറിച്ചതാണോ വിചാരിക്കുക, എന്നിട്ട് ടെൻഷൻ അടിക്കുക, കുറേ ആളുകളെ ശത്രുക്കളായി കാണുക, മനസ്സിലായി, ശകുനം, ശാപം, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ആളുകളുടെ മനസ്സിലുള്ളതുണ്ട്. കുട്ടിക്ക് എന്തെങ്കിലും ചെറിയ പ്രശ്നം വെക്കുന്നത്, ഏതെങ്കിലും കണ്ണീർ തട്ടിയതാണോ, കണ്ണീർ തട്ടാം, പക്ഷേ എല്ലാം അതാണെന്ന് വിചാരിക്കേണ്ട കാര്യമുണ്ട്. ഞാനെങ്കിൽ തന്നെ എന്താ ചെയ്യാനുള്ളത്, നമുക്ക് ചെയ്യാനുള്ള പ്രാർത്ഥനകളും ദിക്റുകളും ചെല്ലുക, സൂറത്തുകൾ ഓതുക, എന്നിൽ കവിഞ്ഞ് വേറെ എന്താ ചെയ്യാനുള്ളത്. അതിൻ്റെ പേരിൽ ടെൻഷൻ അടിച്ചിട്ടൊരു കാര്യമില്ല.
അപ്പോൾ മനസ്സ് തളരുന്ന ഇത്തരം കാരണങ്ങളെ നമ്മൾ എന്തിനും ഉപേക്ഷിക്കണം. പരിഹാരങ്ങളും കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഇത്തരം മനസ്സ് തളരുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്ന് സഹോദരങ്ങളെ, ഈ വ്യാകുലമായ ചിന്തകളും മനസ്സ് തളരുന്ന പ്രയാസങ്ങളുള്ള ആളുകൾ വെറുതെ ഇരിക്കരുത്, എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഞാനൊക്കെ പറഞ്ഞ വയസ്സായ ആളുകൾക്ക് ചിലപ്പോൾ എൻ്റെ സംസാരം കേൾക്കുന്നുണ്ടായിരിക്കും. കുറച്ചൊരു പ്രായം കഴിഞ്ഞാൽ ചെറിയ അസുഖങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ എന്താ ആൾക്കാർ ചിന്തിക്കാരോ, ഇനിയിപ്പോൾ എന്തായാലും എൻ്റെ അടുത്ത് കുറച്ച് പൈസ ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ മോന് നല്ല പണമുണ്ട്, ഞാൻ അപ്പോൾ അധ്വാനിക്കേണ്ട കാര്യമൊന്നുമില്ല, അങ്ങനെ വെറുതെ ഇരിക്കുക. രാവിലെ എഴുന്നേൽക്കുക, സുബഹിസ്കരിക്കുക, പിന്നെയും കുറച്ച് നേരം കടന്നുറങ്ങുക, പിന്നെ കുറച്ച് ഭക്ഷണം കഴിക്കുക, പിന്നെ കുറേ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും പത്രമൊക്കെ നോക്കിയിരിക്കുക, മൊബൈലിൽ നിന്ന് കേൾക്കുക, പിന്നെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുക. ഞാൻ പറഞ്ഞത് ആ വ്യക്തിനോട് നമ്മൾ ചോദിക്കുകയാണ്, നിങ്ങളെക്കൊണ്ട് നിങ്ങൾക്ക് വല്ല ഉപകാരമുണ്ടോ? വീട്ടുകാർക്കുള്ള കാര്യമല്ല, നിങ്ങൾക്ക് വല്ല ഒരു ഉപകാരമില്ലാതെ ഒരാൾ ജീവിച്ചാൽ അത് മതി സുഹൃത്തുക്കൾ രോഗിയാവാൻ. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഒരു സ്ത്രീയാണോ, നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം അടുക്കളയിൽ ചെയ്ത് കൊടുക്കുകയും എന്തെങ്കിലും ഒരു സഹായം അല്ലേ. ഞാൻ പറഞ്ഞപ്പോൾ ഒരു കുമ്പിട്ടൊരു ചൂല് കൊണ്ട് അടിക്കാൻ പറ്റില്ലെങ്കിൽ നിവർന്ന് നിന്ന് അടിക്കാൻ പറ്റിയ ചൂലില്ലേ? ആർക്കും നടക്കാൻ കഴിയുന്ന ഒരാൾക്ക് ഒരു നിലം വൃത്തിയാക്കി കൂടെ, ഒരു മുറ്റം വൃത്തിയാക്കി കൂടെ? അപ്പം നമ്മൾ ആ വീട്ടിൽ ആ മുറ്റം ഞാനാണ്ട് വൃത്തിയാക്കി കൊടുക്കുക ഒരു ആത്മസംതൃപ്തിയാണ്, ആ വീട്ടിലേക്കൊരു ആശ്വാസമാണ്, മനസ്സിലായി? അല്ലെങ്കിൽ ആ കുട്ടിനെ ഞാൻ നോക്കിക്കോളാം. എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം നമ്മൾ ചെയ്തു കൊടുക്കുക. നമ്മുടെ ഏത് പ്രായത്തിലും ചില ആളുകളൊക്കെ ഡിഗ്രി എടുത്തിട്ടേ ജോലിക്ക് കാത്തിക്കുന്ന ആൾക്കാരുണ്ട്. എന്ത് കാത്തിക്കണം സുഹൃത്തുക്കളെ, എന്ത് ജോലി നമ്മൾ ചെയ്യണം. കാരണം ഡോക്ടറേറ്റ് എടുത്തൊരു ലേഡിനെ വലിയ വൈറലായ കാര്യമില്ലത്, ഒരു ലേഡി അവർ പച്ചക്കറി മാർക്കറ്റിൽ ജോലി ചെയ്യണ കണ്ടില്ല നമ്മൾ. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ തിരിച്ചു വരണം. ഇപ്പോൾ ഏറ്റവും പുതിയ ഒരു ലേഖനം ഇന്നത്തെ പത്രത്തിൽ ലേഖനം വായിച്ചില്ലേ, എന്ന് വെച്ചാൽ പ്രവാസികൾ തിരിച്ചു വരുന്നൊരു ആശങ്ക വേണ്ട, വ്യത്യസ്ത കഴിവുകളുള്ള ആൾക്കാരാണ് വരുന്നത്. ഓരോ കഴിവുകൾ നമ്മുടെ കേരളത്തിൻ്റെ ഈ ദേശത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താവുന്ന പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചാൽ ഗൾഫിൽ നിന്ന് കിട്ടിയതിനേക്കാളും വലിയ സാമ്പത്തിക നേട്ടത്തിലേക്ക് കേരളം തിരിച്ചു വരുന്നതാണ് ഇപ്പം ഇന്ന് ഒരു സാമ്പത്തിക വിദഗ്ധൻ്റെ ലേഖനം ഇന്നത്തെ ഒരു പത്രത്തിൽ ഞാൻ വായിച്ചു. ആലോചിച്ച് നോക്ക് നിങ്ങൾ, എല്ലാറ്റിനും നിഷ്ക്രിയമായ ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ എല്ലാവരും ആക്റ്റീവ് ആവണം. ജോലിയില്ലാത്തൊരാളുടെ, ജോലിയില്ലാത്തവർക്ക് ടെൻഷൻ ഉണ്ടാവും, വ്യായാമം ഇല്ലാത്തവർക്ക് ടെൻഷൻ ഉണ്ടാവും. ആരോഗ്യമുള്ള ഒരു ശരീരത്തിലെ ആരോഗ്യമുള്ളൊരു മനസ്സുണ്ടാവും എന്ന് പറയലില്ലേ? അപ്പോൾ നമ്മൾ ശരിക്കും ഒന്നതാണ് പരിഹാരം. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് എന്ത് വിഷയത്തിലാണോ ക്ലാരിറ്റി ഇല്ലാത്തത് അത് ക്ലാരിറ്റി ഉണ്ടാക്കണം. അവ്യക്തതകളിൽ ജീവിക്കരുത്, വ്യക്തത വേണം എന്തിലും. നമ്മുടെ ദീനീ കാര്യത്തിലാണെങ്കിലും എന്ത് കാര്യത്തിലും വ്യക്തത വേണം. അപ്പോൾ ആ വ്യക്തത ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു കാര്യത്തെ ഫേസ് ചെയ്യാൻ പറ്റുള്ളൂ. പല രോഗികൾക്കും രോഗം ഉണ്ടെങ്കിൽ ആ രോഗം അയാളോട് പറയണം, അയാൾക്ക് വ്യക്തത വന്നോട്ടെ, എന്നിട്ട് അതിനെ തരണം ചെയ്യാനുള്ള കാര്യങ്ങളും അതിന് പ്രാർത്ഥിക്കാനുള്ള വഴികളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. വ്യക്തത വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ നമ്മളെപ്പോഴും എന്താ വെച്ചാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് ആലോചിക്കുക. ഫദ്കുറൂ അലാ അല്ലാഹില അല്ലക്കും തുഫ്ലിഹൂൻ. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കും, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വിജയിക്കാൻ പറ്റും. സൂറത്ത് ആറാഫ് 69 നമ്മളെപ്പോഴും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. നമ്മളൊരിക്കലും നെഗറ്റീവായി ചിന്തിക്കരുത്. അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള വിഷമങ്ങളെക്കുറിച്ചും വേദനകളെക്കുറിച്ചും ആലോചിക്കാതിരിക്കുക. അനുഗ്രഹങ്ങളെക്കുറിച്ച് വല്ലാത്തൊരു കാര്യമാണ്. നമുക്ക് ചിന്തിച്ചാൽ കിട്ടും. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ അനുഗ്രഹങ്ങളെക്കുറിച്ച് ആലോചിക്കുക. അത് അള്ളാഹിൻ്റെ കൽപ്പനയാണ്. ഫദ്കുറൂ അലാ അല്ലാഹി ലഅല്ലകും തുഫ്ലിഹൂൻ. അള്ളാഹുവിൻ്റെ കാരുണ്യങ്ങളെക്കുറിച്ച്, അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർക്കൂ, നിങ്ങൾ വിജയിച്ചേക്കും എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ സുഹൃത്തുക്കളെ, പ്രാർത്ഥന എല്ലാം നമ്മൾ പ്രാർത്ഥിക്കണം. ആത്മാർത്ഥമായി മനസ്സറിഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ ഗുണങ്ങൾ നമുക്കുണ്ടാകും. അത് പലതരത്തിൽ പ്രാർത്ഥനകൾ, ഒന്ന് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, നമ്മൾ അള്ളാഹുവിൻ്റെ നാമങ്ങൾ മുന്നിട്ട് പ്രാർത്ഥിക്കുക, നമ്മൾ വിഷമങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുക. എല്ലാം അതുകൊണ്ട് എന്ത് ചെയ്യും പറ്റും. പിന്നെ എപ്പോഴും നല്ലത് വിചാരിക്കുക. ലാ തഹ്സബൂ ശർറൻ ലക്കും. നിങ്ങൾക്ക് പിന്നെ തിന്മയാണെന്ന് നിങ്ങൾ വിചാരിക്കുക, നന്മയാണെന്ന് വിചാരിക്കണം. ആ ഹദീസ് വളരെ വലിയൊരു ഹദീസാട്ടോ. ഈ ഒരു ഹദീസ് മാത്രം മതി. അന ഇന്ദ ഹുസ്നി ളന്നി അബ്ദി ബി. എൻ്റെ അടിമ എന്നെക്കുറിച്ച് വിചാരിക്കുന്ന നല്ല വിചാരത്തോടൊപ്പമാണ് ഞാൻ. അപ്പോൾ എനിക്കൊരു ജോലി കിട്ടും, എൻ്റെ അസുഖങ്ങളൊക്കെ മാറും, എനിക്ക് സ്വസ്ഥത വരും, എൻ്റെ മക്കളൊക്കെ നന്നാവും. ഇങ്ങനെ നല്ലത് വിചാരിച്ചാൽ അതല്ല ഇങ്ങനെ സാക്ഷാത്കരിച്ച് തരും. എന്നാൽ വൈൻ ലന്നബി ഹൈറൻ ഫലു, നന്മ വിചാരിച്ചാൽ അത് അവന് കിട്ടും. വൈൻ ലന്നബി ഷർറൻ, എന്നെക്കുറിച്ച് ചീത്ത വിചാരിച്ചാലോ ഫലഹു, ആ ഷർറ വരിക. അപ്പോൾ ഒരാൾ വിചാരിക്കുക ഞാൻ രോഗി തന്നെ ആയിരിക്കും, എനിക്കിനി ഒരു നന്മ വരില്ല, എനിക്കിനി വയസ്സായി, എനിക്കിനി നീക്കാൻ വയ്ക്കൂല പറഞ്ഞാൽ ഒമിനെ നീക്കലുണ്ടാവില്ല. നല്ലത് വിചാരിച്ച് ശുഭപ്രതീക്ഷയോടെ മുന്നോട്ട് പോകുക. പിന്നെ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. ഏത് പ്രതിസന്ധിക്കും ഒരു പരിഹാരമാണ് ഇസ്തിഗ്ഫാർ.
അതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ്റെ പാരായണം, ഒനുനസ്സിലു ബിൽ ഖുർആനി മാ ഹുവ ഷിഫാ, ഖുർആൻ്റെ പാരായണം നമ്മൾ വർദ്ധിപ്പിക്കാം. അത് വിശ്വാസികൾക്ക് കാരുണ്യമാണെന്നും അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഇത്തരം ഉത്ബോധനങ്ങളും പഠനങ്ങളും നമ്മൾ വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോവുക. ഒരു ഘട്ടത്തിലും അള്ളാഹു അല്ലാത്തോട് പ്രാർത്ഥിക്കാതിരിക്കുക, നേർച്ച നേരാതിരിക്കുക, അള്ളാഹുലേക്ക് അടുക്കുക, ശുഭപ്രതീക്ഷയോടുകൂടെ കാണും. തീർച്ചയായും എന്തെല്ലാം പ്രതിസന്ധികളോടുകൂടെയാണോ നിങ്ങൾ മനസ്സ് ഇത് കേട്ടത്, എന്തെല്ലാം മാനസിക തളർച്ചയോടാണ് ഈ വാക്കുകൾ കേട്ടത്, അതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻഷാ അല്ലാഹ് പരിഹാരമുണ്ടാകാൻ ഈ ആശയങ്ങൾക്ക് പറ്റും. നമ്മളത് വീണ്ടും വീണ്ടും കേൾക്കുകയും ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്താൻ